കാലാവസ്ഥ പ്രതികൂലമാവുമെന്ന ഭയമുണ്ടെങ്കിലും മുക്കത്ത് സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹിൽ വൻ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധ നേടി. മൺസൂൺ സീസൺ ഇക്കുറി നേരത്തെ ആരംഭിക്കുന്നതിനാൽ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പതിവായി സംഘടിപ്പിക്കാറുള്ള ഈദ്ഗാഹുകൾ അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. മഴ നനയാത്ത രീതിയിലാണ് മുക്കം നഫ്ന കോംപ്ലക്സിൽ സംയുക്ത ഈദ്ഗാഹിന് വേദിയൊരുക്കിയത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ സംയുക്ത ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. മസ്ജിദ് സുബ്ഹാൻ, സലഫി മസ്ജിദ് പള്ളി കമ്മിറ്റികൾ സംയുക്തമായി മുക്കം അഭിലാഷ് ജംഗ്ഷനിലെ നഫ്ന കോംപ്ലക്സിൽ നടന്ന ഈദ്ഗാഹിന് മുക്കം സലഫി മസ്ജിദ് ഖത്തീബ് അബ്ദുൽ റഷീദ് അൽ ഖാസിമി പെരുന്നാൾ പ്രഭാഷണം നടത്തി. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ പ്രകടനങ്ങളുടെ ത്യാഗമനസ്സും സമർപ്പണബോധവും നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലൂളി അബൂബക്കർ, ബഷീർ പാലത്ത്, സലാം പഴന്തോപ്പിൽ, ടി അസീസ്, വി പീക്കോയക്കുട്ടി, അൻവർ തടപ്പറമ്പ്, അബ്ദുൽ മജീദ് കറുത്തപറമ്പ്, അഹമ്മദ് സയ്യിദ് ചോണാട്, കെ പി സുബൈർ കറുത്തപറമ്പ്, സലാം തടപ്പറമ്പ്, സാദിഖ് കറുത്തപറമ്പ്, സലീം തടപ്പറമ്പ്, സിദ്ദീഖ് എം കെ, സൈനബ എൻ കെ, ലൈലാബി നാഫിയ, ഫിൽസി, അത്തീഖ്, ഡോക്ടർ എ അബൂബക്കർ, അഷറഫ് കാരാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചേന്ദമംഗല്ലൂർ ഒതയമംഗലം മഹല്ല് ജുമാസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സാലിഹ് ചിറ്റടി നേതൃത്വം നൽകി. പെരുന്നാളും അതുപോലെയുള്ള സന്ദർഭങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ശക്തി കൂട്ടാനുള്ള, ആർദ്രത വർദ്ധിപ്പിക്കാനുള്ള അവസരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അസ്ഹയും. മറ്റു ആഘോഷങ്ങളെപ്പോലെ കേവലം ഒരു ഉത്സവാഘോഷമല്ല. ഇസ്ലാമിലെ ആഘോഷങ്ങൾക്ക് മാനുഷ്യവും ആത്മീയവുമായ ചില വശങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കർമ്മത്തിനായി യാത്ര പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഏറ്റവും പൂർണ്ണതയും മഖബൂലും മബ്രൂറുമായി നിർവഹിച്ച് തിരിച്ചു വരാനും അതിന്റെ ഗുണഫലങ്ങൾ നാടിനും നാട്ടുകാർക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നീക്കാനും അവർക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു വിശ്വാസികൾക്കായി നൽകിയ 2 ആഘോഷങ്ങളിൽ ഒന്നിലാണ് നമ്മളുള്ളത്. ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് മറ്റ് ആഘോഷങ്ങളെ പോലെ കേവലം ഉത്സവച്ഛായയുള്ള ആഘോഷമല്ല. ഇസ്ലാമിലെ ആഘോഷങ്ങൾക്കൊക്കെയും മാനുഷികമായ, ആത്മീയമായ ചില വശങ്ങൾ കൂടിയുണ്ട്. ഉണ്ണിച്ചേക്കോട്ടുടെ ന്യൂസ്, മുക്കം.